ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രയത്നത്തെ പരിഹസിച്ചുകൊണ്ടാണ് നീറ്റ് യുജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്ത വന്നത്. ഒരു വർഷത്തിലധികം ഊണും ഉറക്കവും ത്യജിച്ച് മികച്ച വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജോലിക്കും പ്രതീക്ഷ വെച്ചാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ചോർന്നു എന്ന വാർത്ത വന്നതോടെ പരീക്ഷ റദ്ദാക്കി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും പരീക്ഷയെ അഭിമുഖീകരിക്കണമെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആവശ്യപ്പെടുന്നത്. ഒരു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം എഴുതിയ പരീക്ഷ 2-3 ആഴ്ചകളുടെ ഇടവേളയിലെ പരിശീലനത്തിന് ശേഷം വീണ്ടും എഴുതേണ്ടി വരുന്നു. പരീക്ഷ നന്നായി എഴുതിയവർക്ക് രണ്ടാമത് അതുപോലെ ചെയ്യാനാകുമോ എന്ന ആശങ്ക. വിചാരിച്ച പോലെ നന്നായി പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് മുന്നിൽ രണ്ടാമതൊരു അവസരമാണ്. നീറ്റ് പരീക്ഷ വീണ്ടും എഴുതേണ്ടി വരുമ്പോൾ കുട്ടികൾ വീണ്ടും സമ്മർദ്ദത്തിലാകുകയാണ്. ദൂരെ കോച്ചിങ് ക്ലാസ്സുകളിൽ പോയാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. അവർക്ക് വീണ്ടും ക്ലാസ്സുകളിൽ പോകാനുള്ള പണം കണ്ടെത്താൻ കഴിയണമെന്നില്ല. പരീക്ഷ നന്നായി എഴുതിയവരാണ് എങ്കിൽ അടുത്തത് അവർക്ക് അഗ്നിപരീക്ഷ തന്നെയായിരിക്കും. ആ കുട്ടികളുടെ ഭാവിയെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നശിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മുൻപും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. CBI അന്വേഷണവും നടന്നിരുന്നു. പക്ഷേ അത് എവിടെ എത്തിയെന്നോ പരീക്ഷാ നടത്തിപ്പിന്റെ സുരക്ഷ മെച്ചപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് തെളിയുകയാണ് ഈ സംഭവത്തോടെ. ചോദ്യപേപ്പർ ചോർന്നതായി അറിഞ്ഞത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ ഏതെങ്കിലും വിജിലൻസ് വിഭാഗമോ അല്ല എന്നതാണ് ഈ കാര്യത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ സിക്കറിലെ ഒരു സുഹൃത്തിൽ നിന്ന് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ചോദ്യപേപ്പർ PDF ഫോർമാറ്റിൽ ലഭിച്ചത്. പരീക്ഷയ്ക്ക് വരുമെന്ന് ഊഹിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ അഥവാ ഗസ് പേപ്പർ ആണ് മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സമൂഹ മാധ്യമത്തിലെ അക്കൗണ്ട് വഴി ലഭിച്ചത്. വിദ്യാർത്ഥി സിക്കറിൽ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ നടത്തുന്ന പിതാവിന് ഇത് അയച്ചു കൊടുത്തു. ഹോസ്റ്റലിൽ ആരെങ്കിലും നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട് എങ്കിൽ ഈ പേപ്പർ സഹായകരമാകുമെന്ന് പറഞ്ഞാണ് ഗസ് പേപ്പർ അയച്ചത്. അടുത്ത ദിവസം പരീക്ഷ എഴുതുന്ന 4 പെൺകുട്ടികൾക്ക് ഗസ് പേപ്പർ കൊടുക്കാൻ പോയി. പക്ഷേ അവർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയിരുന്നു. പരിചയക്കാരനായ ഒരു കെമിസ്ട്രി അധ്യാപകനെ ഗസ് പേപ്പർ കാട്ടി. അധ്യാപകൻ അത് നീറ്റ് പേപ്പറുമായി താരതമ്യം ചെയ്തപ്പോൾ 108 ചോദ്യങ്ങളിൽ 45 എണ്ണം കൃത്യമായ പകർപ്പുകളാണ് എന്ന് കണ്ടെത്തി. തുടർന്ന് കെമിസ്ട്രി അധ്യാപകൻ ഒരു സഹപ്രവർത്തകനായ ബയോളജി അധ്യാപകനെ കാണിച്ചു. 204 ചോദ്യങ്ങളിൽ 90 എണ്ണം പൊരുത്തപ്പെട്ടതായി അവർ കണ്ടെത്തി. അതായത് 135 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നതും ഗസ് പേപ്പറിൽ ഉണ്ടായിരുന്നതും ഒന്ന് തന്നെ. പോലീസിനെ സമീപിച്ചപ്പോൾ പരീക്ഷ കഴിഞ്ഞതിനാൽ അത് റദ്ദാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. ഹോസ്റ്റൽ ഉടമയും അധ്യാപകനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒരു ഇമെയിൽ അയച്ചു. അപ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിരുന്നു. NTA ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കത്തെഴുതി. മെയ് 8-ന് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ഹോസ്റ്റൽ ഉടമയുടെ ഫോൺ, വാട്സാപ്പ് വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ചോർന്ന പേപ്പർ സിക്കറിൽ വ്യാപകമായി പ്രചരിച്ചു എന്ന് കണ്ടെത്തി. ഇത് ഇനി CBI അന്വേഷിക്കും. നിരവധി അന്വേഷണങ്ങൾക്കൊടുവിൽ ഇതിന്റെ സൂത്രധാരൻ എന്ന് കരുതിയ ഹരിയാനയിലെ 1-ാം വർഷ ആയുർവേദ വിദ്യാർത്ഥിയെ പിടികൂടിയിരിക്കുകയാണ്. ഇയാൾ ബീഹാർ, ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ നീറ്റ് പരീക്ഷകൾക്ക് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാർത്ഥികൾക്ക് വൻ തുകയ്ക്ക് ഈ ചോദ്യപേപ്പർ വിറ്റതായി സംശയിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് നീണ്ടത്. നാസിക്കിലെ ശുഭം ഖൈർനാർ എന്ന വിദ്യാർത്ഥിയിൽ നിന്നാണ് ആയുർവേദ വിദ്യാർത്ഥിക്ക് പേപ്പർ ലഭിച്ചത് എന്ന് കണ്ടെത്തി. ഗസ് പേപ്പറിന്റെ ഒരു പകർപ്പ് അയാളുടെ കൈവശമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇത് ചോർത്തിയത് എന്നാണ് വിവരം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ അച്ചടിച്ച നാസിക്കിലെ പ്രസ്സിൽ നിന്നാണ് ശുഭത്തിന് ഈ ചോദ്യപേപ്പർ പൂർണ്ണ രൂപത്തിൽ കിട്ടിയത്. ഇയാളത് ഹരിയാനയിലെ ഒരു ഡോക്ടറിനെ കൊറിയർ വഴി കൈമാറി. ഇയാൾ വഴി സിക്കറിൽ ഈ നീക്കത്തിന്റെ സൂത്രധാരൻ മനീഷ് യാദവിലേക്കും രാകേഷ് കുമാറിലേക്കും എത്തിച്ചു. പിന്നീട് ജയ്പൂർ, ദില്ലി, ഡെറാഡൂൺ, ജമ്മു കാശ്മീർ, ബീഹാർ, കേരളം, തെലങ്കാന, ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങളിലെ സംഘാംഗങ്ങൾക്ക് ഇത് കിട്ടി. 25,000 മുതൽ 2 ലക്ഷം വരെ വില ഈടാക്കിയാണ് ടെലഗ്രാം, വാട്സാപ്പ് അടക്കം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് വിറ്റത്. ഓരോ വിൽപ്പനയിലും പല കണ്ണികളെ ചേർത്ത് വെച്ച് വിദഗ്ധമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇത്. പ്രൈവറ്റ് മാഫിയ എന്ന ടെലഗ്രാം ചാനലിലൂടെയും ചോദ്യപേപ്പർ പ്രചരിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. പോർട്ടബിൾ സ്കാനറുകൾ, ടെലഗ്രാം നെറ്റ്വർക്ക്, ഷാഡോ സെർവറുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പേപ്പർ ചോർച്ച നടന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പരീക്ഷയ്ക്ക് ഏകദേശം 45 മണിക്കൂർ മുൻപ് തന്നെ ഈ ചോദ്യപേപ്പർ പ്രചരിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഇതുവരെ 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മുഖ്യ സൂത്രധാരൻ മനീഷ് യാദവ്, രാകേഷ് മണ്ഡുവാരിയ എന്നിവരും ഉൾപ്പെടുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് CBI അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചുവെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200ഓളം വിദ്യാർത്ഥികളിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് എന്നാണ് വിവരം.
ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചുവെന്നടക്കം CBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്. 2014 ഉത്തർപ്രദേശിലും ഹരിയാനയിലും മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു. അടുത്ത വർഷം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. 2016 ഇത്തവണത്തെ പോലെ നീറ്റ് UG പരീക്ഷാ ചോദ്യങ്ങൾ ചോർന്നു. അടുത്തടുത്ത വർഷങ്ങളിൽ ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. 2018 CBSE പരീക്ഷാ ചോദ്യപേപ്പറാണ് ചോർന്നത്. 2019 വീണ്ടും നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. 2021 നീറ്റ് UG പരീക്ഷാ പേപ്പറും UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറും ചോർന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ 2020 ഒഴികെ മറ്റെല്ലാ വർഷവും മത്സര പരീക്ഷകളുടെ ഉൾപ്പെടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. 2 വർഷം മുൻപ്, അതായത് 2024 നീറ്റ് UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകളും ചോർന്നു. ഇത്തവണത്തെ പോലെ CBI അന്വേഷണവും അന്നുണ്ടായി. പക്ഷേ എന്തെങ്കിലും നടപടി ഉണ്ടായതായി അറിവില്ല. പലതവണ ചോദ്യപേപ്പർ ചോർന്നിട്ടും അത് തടയാൻ ഫലപ്രദമായ നടപടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സംഭവവും തെളിയിക്കുന്നത്. ശരാശരി 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷ 2010-2013 കാലത്ത് മൻമോഹൻ സിംഗ് സർക്കാരാണ് അവതരിപ്പിച്ചത്. സംസ്ഥാനവും കേന്ദ്രവും വെവ്വേറെ നടത്തുന്ന പരീക്ഷയ്ക്ക് പകരം ഏകീകൃത പരീക്ഷാ സമ്പ്രദായം എന്ന നിലയിലാണ് നീറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. സംസ്ഥാനതല പ്രവേശനം നിലനിർത്തണമെന്നും നീറ്റ് നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കേവലം ഒരു മത്സര പരീക്ഷ എന്നതിനപ്പുറം ഭാവിയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും വാർത്തെടുക്കുന്ന പ്രക്രിയയുടെ ആദ്യപടിയാണ് നീറ്റ് പരീക്ഷ. മികച്ച നിലവാരമില്ലാത്തവർ പരീക്ഷ ജയിച്ച് മറ്റ് മാർഗങ്ങളിലൂടെ പരീക്ഷ പാസ്സായി ഡോക്ടറായും എഞ്ചിനീയർമാരുമായി പുറത്തിറങ്ങുമ്പോൾ അവരെ വ്യാജന്മാരെന്നേ വിളിക്കാൻ കഴിയൂ. നമ്മുടെ അസുഖങ്ങൾ കണ്ടെത്തുന്ന ഡോക്ടർമാർക്കും നമുക്കായി വീടും പാലവും മറ്റും പണി ചെയ്യുന്ന എഞ്ചിനീയർമാർക്കും അവരവരുടെ പണി അറിയില്ല എന്ന് പറഞ്ഞാൽ സമൂഹം തന്നെ വലിയ അപകടത്തെയാകും അഭിമുഖീകരിക്കുക. ഡൽഹി ഉൾപ്പെടെ പല നഗരങ്ങളിലും മതിയായ വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ ക്ലിനിക്കുകൾ തുടങ്ങുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും രോഗികൾ മരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാർ അവരുടെ ഡോക്ടർ ബിരുദം അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലെ വാഗ്ദാനങ്ങൾക്ക് അവസരം ലഭിക്കാതെ വരുമ്പോൾ അവർ അവസരം തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറും. നഷ്ടം ഇന്ത്യക്കാണ്. അത്തരത്തിൽ നീറ്റ് പരീക്ഷയുടെ ഗൗരവം രാജ്യത്തിന്റെ ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും കൂടി കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് മികച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി തൊഴിൽ കണ്ടെത്തുക എന്നത് വെല്ലുവിളി ആയിരിക്കുകയാണ്. അതിനിടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ മാത്രമുള്ള വ്യാജന്മാർ സമൂഹത്തിൽ നിറഞ്ഞാൽ സമൂഹത്തിന് അതുണ്ടാക്കുന്ന ദോഷം ചെറുതായിരിക്കില്ല.